ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചൗമീൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ക്യാരറ്റ് വേണം, കുക്കുംബർ, പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. പിന്നെ ഇതാണ് ചൗമീൻ്റെ നൂഡിൽസാണ് ഇത് കേട്ടോ, വെള്ളത്തിൽ കുതിർക്കായിട്ടേക്കാണ്. പിന്നെ വേണ്ടത് കിഴങ്ങ്, പിന്നെ ചൗ മിക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതില്ലെങ്കിൽ നമുക്ക് മാഗി മസാല ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ ചൗമീൻ അങ്ങനെ റെഡിയാക്കുന്നത് കാണിച്ചു തരാം. വെജിറ്റബിൾസ് എല്ലാം ഇതോടെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. അതിന് തന്നെ കിഴങ്ങൊന്ന് വഴറ്റിയെടുക്കുക, അടച്ചു വെച്ച് ഒന്ന് വേവാനായിട്ട് വെക്കാം. ആ എണ്ണയിൽ തന്നെ കിടന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മട്ടറും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഓരോ വെജിറ്റബിൾ ഇടുമ്പോഴും ഇതെല്ലാം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇനി ക്യാരറ്റ് ഇടണം. ക്യാരറ്റ് ഇട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുത്തു. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ നൂഡിൽസിൻ്റെ പരിപാടിയാണ് തുടങ്ങാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യമേ ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച്, ചൗമീൻ എത്ര പേരാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് അത്രയും മുട്ട നമ്മളെടുക്കണം. ഒരാൾക്ക് ഒരു മുട്ട വീതമാണ് എടുക്കേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് ചിക്കി എടുക്കാം. ഇതും മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിലോട്ട് ഇനി നൂഡിൽസ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ആ മഞ്ഞ കളറ് കിട്ടണം ചൗമീൻ്റെ. ഇനി ഇതുപോലെ 2 ചട്ടുകം വെച്ചാണ് ഇനി പണി തുടങ്ങേണ്ടത്. ഇങ്ങനെ പൊക്കി പൊക്കി നല്ല രീതി ഇളക്കിയെടുക്കണം. ഇനി മുമ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് പച്ചമുളകും ഇടണം, പിന്നെ മുളക് പൊടി ഇടേണ്ടതാണ്. നമ്മുടെ സിയക്കുട്ടി ഉണ്ടായതുകൊണ്ട് അയാൾക്ക് എരിവില്ലാതാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് എരിവ് എടുത്തുള്ളൂ. ചൗമീൻ കണ്ടു കേട്ടോ ആള്, അന്നേരം ഇതാ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു തുടങ്ങി. ഡാൻസും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ കുക്കുംബർ ഇടുന്നത് അവസാനമാണ് കേട്ടോ, അതാണ്ടില്ലേ, അവസാനം ഇങ്ങനെ ഒന്ന് കഴിക്കാൻ വേണ്ടിയാണ് കുക്കുംബർ ഇടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിന് വേണ്ടത് ഇനി കെച്ചപ്പോട് ഒഴിച്ചാൽ സംഭവം റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.